യു പിയിലേക്ക് തന്നെ യു പി അതിർത്തിയിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ സംഭലിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ ഈ യാത്ര പോലീസ് തടഞ്ഞിരിക്കുന്നു. രാഹുൽ സംസാരിക്കും. मुझे दिया नहीं जा रहा है तो यही है नया हिंदुस्तान है कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है अंबेडकर जी के कॉन्स्टिट्यूशन को ख़त्म करने का हिंदुस्तान है अगर हम लड़ते रहेंगे धन्यवाद ഭരണഘടനയെ നശിപ്പിക്കുന്ന പുതിയ ഹിന്ദുസ്ഥാനാണിത് എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഭരണഘടനയുടെ കോപ്പി ഉയർത്തിക്കൊണ്ട് അംബേദ്കർ എഴുതിയ ഭരണഘടനയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഹിന്ദുസ്ഥാനിൽ നടക്കുന്നത്. അതുകൊണ്ട് അതിനെതിരായ പോരാട്ടം തങ്ങൾ തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഭാലിലേക്കുള്ള യാത്ര അതിർത്തിയിൽ അവസാനിപ്പിച്ച് രാഹുൽ ഗാന്ധിയും സംഘവും മടങ്ങുന്നത്. ഉത്തർപ്രദേശ് പോലീസ് അണ്ണുവിട മാറാൻ തയ്യാറായില്ല. ഒരു തരത്തിലും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് എടുത്തത്. പ്രിയങ്ക നേരത്തെ പറഞ്ഞത് ഒരു ചോദ്യങ്ങൾക്കും പോലീസിന്റെ ഭാഗത്ത് ഉത്തരമില്ല എന്നതായിരുന്നു. ആ ഉത്തരം എന്നത് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല എന്നതാണ് പോലീസിന്റെ ഭാഗത്തുള്ള മറുപടി. അത് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രിയങ്ക പറഞ്ഞത്. राहुल जी नेता प्रतिपक्ष हैं, उनके संवैधानिक अधिकार होते हैं, वो बाकी लोगों से अलग होते हैं, उनको रोका नहीं जा सकता इस तरह से। उनका संवैधानिक पद है, संवैधानिक अधिकार है कि उनको अलाउ किया जाए कि वो पीड़ितों से मिलने जाएं। उन्होंने ये भी कहा कि मैं अकेला चले जाऊंगा, यूपी की पुलिस के साथ मैं अकेला चले जाऊंगा, मुझे अकेला ले जाइए। वो भी करने के लिए तैयार नहीं है। पुलिस वालों के पास कोई जवाब नहीं है। शायद उत्तर प्रदेश की स्थिति क्या ये है कि आप इतना भी नहीं संभाल सकते, तो फिर आप इतना गर्व से क्यों कहते हैं कि लॉ एंड ऑर्डर आपने संभाल रखा है यूपी में? तो नेता प्रतिपक्ष है, उनका संवैधानिक अधिकार है, उनको मिलना चाहिए, उनको इजाजत देनी चाहिए थी जाने की। രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് പോലും അതെ നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ഈ വ്യവസ്ഥിതി കുറെ അധികാരങ്ങൾ അവകാശങ്ങൾ നൽകുന്നുണ്ട്. അത് ലംഘിക്കപ്പെടുന്നു. രാഹുൽ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ടും അതുപോലും അനുവദിക്കുന്നില്ല. ഒപ്പം ഉത്തർപ്രദേശിൽ വളരെ അഭിമാനത്തോടെ പറയുന്ന അവിടെ ക്രമസമാധാന ചുമതല കൃത്യമായി നിയന്ത്രണ വിധേയമാണ് എന്ന് പറയുന്ന ഇടത്താണോ ഇങ്ങനെ ഒരാളെ പോലും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണോ? പിന്നെ എന്താണ് ഉത്തർപ്രദേശിലെ സ്ഥിതി എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിക്കുന്നത്. എന്തായാലും കൂടുതലൊരു പോലീസുമായുള്ളൊരു പോരാട്ടത്തിലേക്ക് പോകാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസ് സംഘം ഗാസിയാപൂരിൽ നിന്ന് മടങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ അതിന് മുന്നോടിയായി നടത്തിയ പ്രതികരണങ്ങളാണ് നമ്മൾ വീണ്ടും കണ്ടത്. ഏകദേശം 1.5 മണിക്കൂറോളം അതിർത്തിയിൽ ഗാസിയാപൂരിൽ ഇവർ കാത്തുനിന്നു. പക്ഷേ ഉത്തർപ്രദേശ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു തരത്തിലും അവരെ അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായില്ല. തുടർന്നാണ് സംഘം മടങ്ങാൻ തീരുമാനിച്ചത്. പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തിരിച്ചു പോരുന്നത്. വലിയ രീതിയിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അവിടെ തടിച്ചുകൂടിയിരുന്നു. അവര് കടന്നു പോകുന്ന ആ സമയത്ത് നേരത്തെ തന്നെ പോലീസ് പറഞ്ഞതാണ് കെ സി But on 6th of November, they purposefully block the traffic. We don't want to create a problem for the common people. Wait, sir. Wait, sir. കെ സി വേണുഗോപാൽ മനഃപൂർവ്വം യാത്ര അവിടെ തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത്. ആസൂത്രിതമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. അദ്ദേഹമാണ് ഈ യാത്രയ്ക്ക് മുന്നിട്ടിറങ്ങുകയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഒക്കെ അവിടെ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതും കെ സി വേണുഗോപാലാണ്. പങ്കുവഹിക്കുന്നത് കെ സി വേണുഗോപാലാണ്. ഇവർ പിന്തിരിഞ്ഞു പോകും എന്ന് അവർ തന്നെ അറിയിച്ചതോടെ ഒരു സമാധാന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. ശേഷം വരാനായിട്ട് അതിലേറെ മണിക്കൂറുകൾ ഏകദേശം 1.5 മണിക്കൂറോളം ഇവരവിടെ തടഞ്ഞിട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദേശീയപാതയിൽ വലിയ തോതിലുള്ള ഗതാഗതക്കുരുക്കും ഉണ്ടായിട്ടുണ്ട്. ഇനി വലിയ പോലീസ് സന്നാഹമൊക്കെ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഉള്ള നേതാക്കൾ കൂടിയാണ് അവിടെ എത്തിയത്. ആ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. പോലീസ് അവിടെ ഒരുപാട് വലിയ വിന്യാസം ഉത്തർപ്രദേശ് പോലീസ് നടത്തിയിരുന്നു. ഇതെല്ലാം പിരിഞ്ഞുപോയി. ആ പാതയിൽ ഗതാഗതം സാധാരണ നിലയിലാകാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏകദേശം 10-15 കൂടിയൊക്കെ തന്നെ അവിടെ പോലീസ് വിന്യാസം പൂർത്തിയാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധിയൊക്കെ എത്തിയത്. ഇപ്പോൾ ഇതുവരെ സമയം ഇപ്പോൾ 12 അടുക്കുന്നു. ഒരു 10 മിനിറ്റ് മുൻപാണ് ഈ തീരുമാനം അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പിന്മാറുന്നത്.
തങ്ങളുടെ പോരാട്ടം തുടരും. ഭരണഘടനയെ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഹിന്ദുസ്ഥാനിൽ നടക്കുന്നത്, ഭാരതത്തിൽ നടക്കുന്നത്. അതിനെതിരായ പോരാട്ടം തുടരും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഗാസിയാപൂരിൽ നിന്ന് മടങ്ങുന്നത്. അവിടെ നിന്ന് ACP സംസാരിച്ചപ്പോൾ, ഇന്ദ്രപുരം ACP സംസാരിച്ചപ്പോഴും അതായത് ലോ ആൻഡ് ഓർഡർ അത് മെയിൻറ്റെയിൻ ചെയ്യണം, സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനാകില്ല, ലഭ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തോ അത് ഞങ്ങൾ അനുസരിക്കും, ആ തരത്തിലെ നീക്കങ്ങൾ ഉണ്ടാകൂ എന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. ഇവരെ കടത്തിവിടുമോ, രാഹുലിനെയും പ്രിയങ്കയെയും കടത്തിവിടുമോ എന്നുള്ള ചോദ്യത്തിനായിരുന്നു അത്തരത്തിലുള്ള മറുപടി നൽകിയത്. എന്തായാലും കടത്തിവിടുന്നില്ല, തിരികെ പോരാൻ തീരുമാനിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധി അടങ്ങുന്ന സംഘം. ഉത്തർപ്രദേശിലെ സ്ഥിതി ഇതാണോ? അവിടെ ക്രമസമാധാനം ചുമതലയിൽ അല്ലെങ്കിൽ ക്രമസമാധാന പാലനത്തിൽ വളരെ മുന്നിലെത്തി ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്താണോ ഇങ്ങനെ ഒരാളെ പോലും കടത്തിവിടാൻ പറ്റാത്തൊരു സാഹചര്യം? പിന്നെ എന്ത് ധൈര്യത്തോടെയാണ് ഉത്തർപ്രദേശ് പോലീസ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്. അവസാനമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ രാഹുൽ ഗാന്ധിയെങ്കിലും സംഭാൽ വരെ പോകാൻ അനുവദിക്കണമെന്നായിരുന്നു. പക്ഷേ അതിനും ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറായില്ല. നിലവിലവിടെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അനുസരിച്ച് സെക്ഷൻ 163 പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് പഴയ നിരോധന അല്ലെങ്കിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടമാണ്. അതുകൊണ്ട് കൂടുതൽ നേതാക്കളെ അങ്ങോട്ടേക്ക് വരാൻ അല്ലെങ്കിൽ അവരെ കൂടുതൽ പേർ അവിടെ തടിച്ചുകൂടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ അനുവദിക്കില്ല എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് എടുത്തിരിക്കുന്ന നിലപാട്. സംഭാലിലുണ്ടായ കലാപത്തിൽ 3 പേർ കൊല്ലപ്പെട്ടിരുന്നു. അവിടെ ഷാഹി ജുമാ മസ്ജിദിലെ സർവേയുമായി ബന്ധപ്പെട്ടാണ്, ASIയുടെ സർവേയുമായി ബന്ധപ്പെട്ടാണ് അവിടെ സംഘർഷമുണ്ടാവുകയും ഈ സർവേ സംഘത്തിന് നേരെയും പോലീസിനെതിരെയും ഒക്കെ കല്ലേറുണ്ടാകുകയും വെടിവയ്പിൽ 3 പേർ മരിക്കുകയും ചെയ്തത്. പോലീസ് പറയുന്നത് പോലീസ് വെടിവയ്പിലല്ല 3 പേർ കൊല്ലപ്പെട്ടതെന്നാണ് പോലീസിന്റെ അവകാശവാദം. അതിലുള്ള പരിശോധനകളൊക്കെ തുടരുകയാണ്. അതിനിടയിലാണ് പാകിസ്ഥാൻ നിർമ്മിത വെടിയുണ്ടകളൊക്കെ കണ്ടെത്തിയെന്ന വിവരങ്ങൾ വരുന്നത്. NIAയുടെ അടക്കം സഹായത്തോടെയുള്ള അന്വേഷണങ്ങൾ വർഷം പഴക്കമുള്ളതാണ് ഈ ഷാഹി ജുമാ മസ്ജിദ്. അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയിട്ടുള്ള സർവേ, ആ സർവേക്ക് ശേഷം നവംബർ 24 മുതലാണ് ഈ പ്രശ്നങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നത്. മുഗൾ കാലഘട്ടത്തിൽ തകർത്ത ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ജുമാ മസ്ജിദ് നിർമ്മിച്ചതെന്നുള്ളതാണ് ഉന്നയിക്കുന്ന ആരോപണം. പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇതിനെതിരെ ആദ്യം SP ആണ് രംഗത്തെത്തുന്നത്, അഖിലേഷ് യാദവ്. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണ്, ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ്, BJPയുടെ തന്ത്രമാണെന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. പാർലമെന്റ് ഈ വിഷയത്തിന്മേൽ സ്തംഭിക്കുന്ന കാഴ്ചയും വലിയ പ്രതിഷേധം ഉണ്ടാകുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. പിന്നാലെയാണ് ഇന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവും സംഘവും സ്ഥലത്തേക്ക് സന്ദർശനം നടത്താൻ, കൊല്ലപ്പെട്ട ആളുകളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി ഗാസിയപൂർ അതിർത്തിയിലേക്ക് എത്തിയത്. പക്ഷേ UP പോലീസ് അവിടെയും തടയുന്നു, മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. സഞ്ചാര സ്വാതന്ത്ര്യവും ഒരു പ്രതിപക്ഷ നേതാവെന്ന തരത്തിൽ തനിക്കുള്ള അവകാശങ്ങളും ഒക്കെ നിഷേധിച്ചതിന് എതിരെ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ഭരണഘടന ഉയർത്തിക്കൊണ്ടാണ് അവിടെയും മാധ്യമങ്ങളെ കണ്ട്, അവിടെ ജനങ്ങളെ ആകെ കണ്ട് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അതെന്തോ അതനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നുള്ളതാണ് അവിടെയുള്ള SCP ഉൾപ്പെടെ പോലീസ് വൃത്തങ്ങൾ നൽകുന്ന മറുപടി ഈ സംഭവത്തിൽ. 1978-ലും 1935-ലും വിഭജന കാലത്തും ഒക്കെ കലാപങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് സംഭാൽ. പിന്നീട് പതിറ്റാണ്ടുകളായി സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു അവകാശവാദം ഉന്നയിക്കുകയും അതിനുള്ള സർവേക്കുള്ള അനുമതിയൊക്കെ നൽകുകയും ചെയ്തത്. നിലവിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സർവേ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെയുണ്ടായ കലാപവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. കോടതി പരിധിയിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം നിലനിൽക്കുന്നത്. ഗാസിയാപൂരിൽ നിന്ന് വിവരങ്ങളാണ് പങ്കുവച്ചത്. രാഹുൽ ഗാന്ധി പ്രിയങ്കയുമാണ് നേരത്തെ തങ്ങളുടെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തത്.